കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലെ ആ കമ്മീഷൻ മെമ്പർ ആകുന്ന ആൾക്ക് ഒരു യോഗ്യതയും വേണ്ട എന്നാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം. അവരുടെ സർവീസ് കണ്ടീഷൻസും അവരുടെ യോഗ്യതയും നിശ്ചയിച്ചുകൊണ്ടുള്ള നിയമനിർമ്മാണം ഇതുവരെ നടത്തിയിട്ടില്ല. പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപപ്പെട്ടിട്ട് എത്ര കാലമായി? കേരളത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഒന്ന് തിരുവിതാംകൂറിലുണ്ടായതാണ്. അതിന്റെ ചുവട് പിടിച്ചിട്ടാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വരുന്നത്. അന്ന് പിന്നെ രാജാവ് തന്നെ അല്ലെങ്കിൽ ദിവാൻ തന്നെ ആളുകളെ നിശ്ചയിക്കുകയായിരുന്നു. പക്ഷെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിശ്ചയിക്കുമ്പോൾ അവരുടെ യോഗ്യതകളെ കുറിച്ചും അവരുടെ സേവന വേതന വ്യവസ്ഥയെ കുറിച്ചും വ്യക്തമായ ചട്ടങ്ങൾ ഉണ്ടാക്കണം. ഇതുവരെ ചട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. 10ാം ക്ലാസ് ഡ്രില്ലും പഠിച്ചിട്ടുള്ള ഒരാള് പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗമായി വന്നിട്ട് മെഡിക്കൽ കോളേജിലെ തൊറാസിക് സർജന്മാരെ ഇന്റർവ്യൂ ചെയ്യുന്ന ബോർഡിൽ ഇരിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇപ്പൊ പബ്ലിക് സർവീസ് കമ്മീഷനിലുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മറ്റ് സ്ഥലങ്ങളിൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണോ PSC അംഗങ്ങളെ? പിന്നെ മറ്റ് സ്ഥലങ്ങളിൽ ഇപ്പൊ കോളേജിൽ നിന്ന് പ്രൊഫസർമാരെ എടുക്കുകയാണെങ്കിൽ വൈസ് ചാൻസലേഴ്സ് ആകാൻ യോഗ്യത ഉള്ളവരെ അവര് പ്രൊഫസർമാരായിട്ട് ബോർഡിൽ വെക്കുള്ളൂ. പോലീസിൽ നിന്നാണെങ്കിൽ DGP റാങ്കിലുള്ള ഒരാളെ വെക്കുള്ളൂ. സിവിൽ സർവീസിൽ നിന്നാണെങ്കിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി റാങ്കിലുള്ള ഒരാളെ വെക്കുള്ളൂ. സൈന്യത്തിൽ നിന്നാണെങ്കിൽ ബ്രിഗേഡിയർ റാങ്കിലുള്ള ആളുകളെയാണ് വെക്കുക. കേരളത്തിൽ അത് 10ാം ക്ലാസ്സും ഗുസ്തിയും മതി എന്ന് തീരുമാനിക്കുകയും 50% പേരെ ഈ 10ാം ക്ലാസ്സും ഗുസ്തിയും നടത്തുന്നവരെ എടുത്തു വെക്കുകയും ചെയ്യും. അവർക്ക് പലപ്പോഴും ഇതെന്താണ് കാര്യമെന്ന് അറിയില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. പബ്ലിക് സർവീസ് അതിന്റെ ഇമ്മ്യൂണിറ്റി ആണ് അവർ വലിയൊരു പ്രിവിലേജായി പല കാര്യങ്ങളിലും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നത്, അല്ലേ സർ? ആ ഒരു ഭരണഘടനാ സ്ഥാപനം, കാരണം ഇത് ഭരണഘടനാ സ്ഥാപനമാണ് എന്നുള്ളതിന്റെ പരിരക്ഷ കോടതി നൽകാറുണ്ട്. അതെ, കോടതി നൽകുന്നുണ്ട്. പക്ഷെ ആ ഭരണഘടനാ സ്ഥാപനത്തിലേക്ക് ആളുകളെ വെക്കുന്നതിന് ഇതുവരെ ഒരു നിയമനിർമ്മാണം ഉണ്ടാക്കിയിട്ടില്ലെന്ന്. 21 അംഗങ്ങളാണ് സാർ ഉള്ളത്. അത്രയും അത് വേറൊരു കാര്യമുണ്ട്. പാർട്ട് ടൈം ജീവനക്കാർ തുടങ്ങി ഇപ്പൊ ഏറ്റവും PSC നടത്തുന്ന ഏറ്റവും ഹയസ്റ്റ് നിയമനമാണ് ഈ പറഞ്ഞത്. ഇപ്പൊ ഈ കോൺട്രവേഴ്സി ഉണ്ടായിരിക്കുന്നത്. ഇത്രയും പേരെ സെലക്ട് ചെയ്യുന്ന ഒരു സംവിധാനം വേറെ ലോകത്തെങ്ങുമില്ല. കാരണം ഇത് ഇന്റർവ്യൂ ഇപ്പോഴാണ്, ഇപ്പൊ മോദിജി വന്നതിന് ശേഷം ചില കാര്യങ്ങൾക്ക് ഇന്റർവ്യൂ വേണ്ട എന്ന് തീരുമാനിച്ചതിന് ശേഷമാണ് ഇന്റർവ്യൂ ഒഴിവാക്കിയത്. അതിനു മുമ്പ് എല്ലാത്തിലും ഇന്റർവ്യൂ ഉണ്ട്. പിന്നെ ഈ ഇന്റർവ്യൂവിന്റെ മാർക്ക് ഞാൻ ഉള്ളൊരു പീരീഡിൽ അവിടെ ഫിക്സ് ചെയ്തിരുന്നൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 മാർക്ക്. 8നും 13നും ഇടയിലുള്ള റേഞ്ചിലാണ് നോർമൽ കേസിൽ മാർക്ക് കിട്ടുക. 14 മാർക്കും അതിൽ കൂടുതലും വരണമെന്നുണ്ടെങ്കിൽ ഈ കാൻഡിഡേറ്റ് എക്സ്ട്രാ ഓർഡിനറി ബ്രില്യന്റ് ആയിരിക്കണം. അത് അത്യപൂർവമായിട്ട് മാത്രമേ സംഭവിക്കാറുള്ളൂ. ശരിയാണ്. അങ്ങനെ ഒരു സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ സിസ്റ്റം ഉണ്ടോ എന്ന് എനിക്കറിയില്ല.